നിന്റെ അമ്മ, കുടുംബത്തിൻ നാഥയാണമ്മ. പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് മാതാവേ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൻ്റെ വിരിമാറിൽ കിടന്ന് ഈശോ പ്രിയ ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹായോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. നമ്മുടെ അമ്മയായി പരിശുദ്ധ അമ്മയെ നൽകുമ്പോൾ ആ അമ്മയിലൂടെ നമ്മളെല്ലാവരും സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ സ്വന്തം അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അങ്ങേ തിരുക്കുമാരനിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങി നസറത്തിലെ തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. വിമല സങ്കേതം 4-ാം ദിനത്തിലെ ഈ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധ അമ്മയെ ഈശോയിലേക്ക് അല്പം കൂടെ അടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. പ്രാർത്ഥനയോടെ ഈ 4-ാം ദിനത്തിലെ നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് മനസ്സിലോർക്കാം. ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ആ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് അമ്മ വഴി സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചവരെ ഒന്ന് മനസ്സിലോർക്കാം. അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ച് ദൈവകൃപ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവ വചനം ശ്രവിക്കുവാൻ അമ്മ മാതാവേ, വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനം. യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ, പരിശുദ്ധ അമ്മ വഴിയായി ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദൈവിക ഇടപെടലിൻ്റെ ദിവസങ്ങളാണ്. വിമല സങ്കേതം ഈ ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ ഒന്നിച്ച് പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ വലിയൊരു സംരക്ഷണം ഉണ്ട് കേട്ടോ. അമ്മയിൽ അഭയം തേടുന്നവരെ അമ്മ ഈശോയിലേക്ക് ചേർക്കും, ഉറപ്പാ. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ദിവികാരുണ്യ ആരാധനയിൽ അവ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ഈ ദിവസങ്ങളിലൂടെ ദൈവം നൽകിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെയൊക്കെ എഴുതി അറിയിക്കാം. ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലോർക്കുന്നു, ശ്രദ്ധിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനം. നമുക്കറിയാം, കാനായിലെ ഭവനത്തിലെ വിവാഹ വിരുന്നുമായുള്ള സന്ദർഭം. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക്, പഴയ നിയമം ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം കുടുംബങ്ങളെ സ്നേഹിക്കുന്ന വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ജീവിതസഖിയെ നൽകി അവരുടെ കുടുംബത്തെ ആശീർവദിച്ചു. കുടുംബത്തോടൊപ്പം, ആദ്യ കുടുംബത്തോടൊപ്പം ദൈവവും സഞ്ചരിച്ചു. പിന്നീട് ദൈവം ഓരോ കുടുംബങ്ങളെയും, അബ്രാഹത്തിനെ സാറായെ അനുഗ്രഹിക്കുക, അവരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുക. ദൈവം ഇടപെട്ടിട്ടുള്ള ഓരോ കുടുംബങ്ങൾ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഒത്തിരി കുടുംബങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം യേശുവിൻ്റെ വംശാവലി, അതിനുശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് ഇപ്രകാരം അരുളി ചെയ്തു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. നോക്കി, തിരുക്കുടുംബത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച്, തിരുക്കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതും പരസ്യജീവിതത്തിൽ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതും ഒരു കുടുംബത്തിൽ വെച്ച്, കാനായിലെ ഭവനമാണ്. പ്രിയമുള്ളവരെ, ഈശോ ഏതെല്ലാം ഭവനങ്ങളിൽ കയറി ഇറങ്ങിയോ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിക്കുന്നു. അതൊക്കെ യേശു സാന്നിധ്യം എലിസബത്തിൻ്റെ കുടുംബത്തിൽ വലിയ സന്തോഷത്തിന് കാരണമായി തീരും. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി. അപ്പോൾ ദൈവ സാന്നിധ്യം എലിസബത്തിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈശോ തൻ്റെ പരസ്യജീവിത കാലത്തിൽ കയറിയിറങ്ങിയ ഭവനങ്ങൾ, സക്കവൂസിൻ്റെ ഭവനം, ആ ഭവനം അനുഗ്രഹിക്കപ്പെടുകയാണ്. പത്രോസിൻ്റെ ഭവനം, അത് നോക്കിയ ദൈവകൃപകളാൽ നിറയപ്പെടുകയാണ്. ജൈറോസിൻ്റെ ഭവനം, ലാസറിൻ്റെ ഭവനം, ഈശോ കയറിയിറങ്ങി ഏതെല്ലാം ഭവനങ്ങളുണ്ടോ അവിടെയെല്ലാം ദൈവകൃപകൾ ദർശിക്കുവാൻ സാധിക്കും. ദൈവം കുടുംബങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം കുടുംബങ്ങളെ സ്നേഹിക്കുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കുകയാണ് പാപം ചെയ്യുന്നത്. പാപം എന്നത് അതിൻ്റെ രണ്ടാമത്തെ ദുരന്തഫലം. ഇന്നലെ നമ്മൾ പാപത്തിൻ്റെ ഒന്നാമത്തെ ദുരന്തഫലത്തെ കുറിച്ചാണ് ധ്യാനിച്ചത്. പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ദൈവീക കൃപകളിൽ നിന്ന്, ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ അകറ്റുന്നു, ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പാപത്തിൻ്റെ രണ്ടാമത്തെ ദുരന്തഫലമാണ് പാപം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു, ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു. നമ്മൾ ബൈബിളിൽ ഇപ്രകാരമാണ് കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം തിരുവചനം. 2-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ദൈവം ആദത്തോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ഞാൻ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് പാപം ചെയ്തു? ഇതാണ് അതിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം. ദൈവത്തോട് ആദം പറഞ്ഞ മറുപടി ഇതാണ്: ദൈവമേ, നീ എനിക്ക് തുണയായി നൽകിയ ഇവളാണ്, അല്ലെങ്കിൽ തുണയായി നൽകിയ ഭാര്യയാണ് എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത്. അതിന് തൊട്ടു മുകളിലുള്ള വചനം ഇങ്ങനെയാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം ആദത്തെ ഒരു ഗാഢനിദ്രയിലാഴ്ത്തി അവൻ്റെ വാരിയെല്ലിൽ നിന്നും ആദത്തിന് ചേർന്ന തുണയായി ഹവ്വയെ സൃഷ്ടിച്ച് നൽകിയപ്പോൾ ആദം നിദ്ര വിട്ടുണർന്നപ്പോൾ ഹവ്വയെ കണ്ടുകൊണ്ട് ആദം പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവളെ കുറിച്ച് പാപം ചെയ്തപ്പോൾ പറയുന്ന കാര്യം ഇതാണ്: നീ എനിക്ക് തുണയായി നൽകിയ ഇവളാണ് എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത്. പാപത്തിൻ്റെ രണ്ടാമത്തെ ദുരന്തഫലം, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്: പാപം കുടുംബ ബന്ധങ്ങളെ തകർക്കും, ദാമ്പത്യ ബന്ധങ്ങളെ പാപം തകർക്കും. തിന്മയുടെ സ്വാധീനം കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവീക കൃപയിൽ നിന്ന്, ദൈവീക ചൈതന്യത്തിൽ നിന്ന് കുടുംബങ്ങളെ അകറ്റുന്നതിന് അത് കാരണമായി തീരും. ആയതിനാൽ തിരിച്ചറിയണം, നമ്മുടെ ഭവനങ്ങളിൽ യേശു സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ യേശു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഈ തിന്മയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, സ്നേഹം നിറഞ്ഞ ദമ്പതിമാരെ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏറ്റവും ആദ്യം സ്വീകരിച്ച സമ്മാനം ഏതാ? കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ ഏറ്റവും ആദ്യം സ്വീകരിച്ച സമ്മാനം പെട്ടെന്നൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ സ്വീകരിച്ച സമ്മാനം ഏതാ? ഇതാ, നിങ്ങൾ വധൂവരന്മാരായിട്ട് അൾത്താരയുടെ മുൻപിൽ നിൽക്കുന്നു, വിശുദ്ധ കുർബാന ആരംഭിച്ചു,
വചന ശുശ്രൂഷ, നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് വചനം പങ്കുവച്ചു. കാറസ്വസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് താലി വെഞ്ചിരിച്ചു, മോതിരം വെഞ്ചിരിച്ചു, മന്ത്രകോടി വെഞ്ചിരിച്ചു. അത് പരസ്പരം അണിഞ്ഞു. രണ്ടുപേരും ഒന്നിച്ച് ബൈബിളിൽ കൈതൊട്ട് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിശ്വസ്തയോടെ ജീവിക്കുവാൻ, ഈ വാഗ്ദാനത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത് ആരംഭിച്ച കുടുംബജീവിതത്തിൽ ആദ്യം സ്വീകരിച്ച സമ്മാനം എന്താ എന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ദേവാലയം വിട്ടിറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആരംഭിച്ച കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സമ്മാനം വിശുദ്ധ കുർബാനയാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് സ്വർഗം നൽകിയ സമ്മാനം, മറ്റെല്ലാ സമ്മാനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ, ദൈവം അതിനെ ആശീർവദിച്ചപ്പോൾ ദൈവം നൽകിയ സമ്മാനം തൻ്റെ തന്നെ നിറഞ്ഞ സാന്നിധ്യമായ വിശുദ്ധ കുർബാനയാണ്. അതിനാൽ ദൈവീക സാന്നിധ്യത്തെ കുടുംബത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവകൃപയുണ്ടാകും. അതല്ലേ നമ്മൾ സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്നത്. ദൈവം കയറിയിറങ്ങിയ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുക. അപ്പം ദൈവിക സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ, വലിയ ദൈവാനുഭവത്തിന്, വലിയ ദൈവാനുഗ്രഹത്തിന് അത് കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് നമുക്കവിടെ സാധിക്കും. ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാവില്ല, ബന്ധങ്ങളിൽ സ്നേഹമുണ്ടാകും, ആർദ്രതയുണ്ടാകും, ഊഷ്മളതയുണ്ടാകും. ഒരിക്കലും ഞാനൊരു പബ്ലിമിഷൻ ധ്യാനത്തിൻ്റെ ഒരു ഭവന സന്ദർശനം, എന്നെ വീട് കാണിക്കാൻ കൊണ്ടുപോയ സഹോദരൻ്റെ വീട്ടിലാണ് ഏറ്റവും അവസാനം. ഒരു സാധാരണ ഒരു മനുഷ്യൻ, വീട്ടിൽ ചേച്ചിയുണ്ട്, ചേട്ടൻ എന്നെ കൊണ്ട് വീട്ടിലെത്തി. ഞാൻ അല്പനേരം അവിടെ ഇരുന്ന് അല്പം വെള്ളമൊക്കെ കുടിച്ച് അവരോട് സംസാരിക്കുന്നു. ഈ ചേട്ടൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അന്നത്തെ ജോലി, ഉച്ചവരെയുള്ള ജോലി മാറ്റിവെച്ചാണ് ഭവന സന്ദർശനത്തിന് വേണ്ടി എന്നെ സഹായിക്കാനായിട്ട് വന്നത്. ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഒരു ദിവസം ഒരു ശരാശരി 750 മുതൽ 1000, 1500 രൂപ വരെയൊക്കെ ചില ദിവസങ്ങളിൽ കിട്ടും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനം. 7 സെൻറ്റ് സ്ഥലം, ഭാര്യ, 3 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മക്കൾ. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു. ഒരു അല്പനേരം അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ തിരികത്തിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞ് ആ ചേട്ടനോടും ചേച്ചിയോടുമായിട്ട് ചോദിച്ചു, അച്ഛനെ ഏത് നിയോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക നിയോഗമുണ്ടോ? അച്ഛനതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനങ്ങനെ അവരോട് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ, ആ കുടുംബനാഥ പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ, ഞങ്ങൾ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പ്രാർത്ഥിച്ചാൽ മതി. ഞാനത് ഒരിക്കൽ കൂടി പറയുക. ഇപ്പോഴും എൻ്റെ കാതുകളിൽ ആ ശബ്ദമുണ്ട്. അച്ഛൻ ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഈ ചേട്ടൻ്റെ ആദായം ഇതാണ്. ജോലി ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്, അതിൻ്റെ ലോണുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നിട്ട് ചേച്ചി പറഞ്ഞ വെച്ചാൽ ഞങ്ങൾ എല്ലാ ദിവസവും ആദ്യത്തെ ഓട്ടം അത് രാവിലെ 5:30 ആകുമ്പോൾ ഞങ്ങൾ എണീറ്റ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകും. ആദ്യത്തെ ഓട്ടം ഞങ്ങൾ പള്ളിയിലേക്ക് പോകും. തിരിച്ച് വീട്ടിലെത്തി ചേട്ടൻ മറ്റോട്ടങ്ങളിലേക്ക് പോകുന്നു. വൈകുന്നേരം ഒരു 7-7:30 മണിയൊക്കെ ആകുമ്പോൾ 8 മണിക്ക് മുന്നേ എല്ലാ ഓട്ടങ്ങളും നിർത്തി തിരിച്ചു വരും. എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ പോകും കേട്ടോ. അതൊഴിച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. അതൊരു സന്തോഷമുണ്ട് കേട്ടോ. അത് പറയുമ്പോഴുണ്ടല്ലോ ആ ചേട്ടൻ്റെ ചേച്ചിയുടെ മുഖത്ത് ആ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം നൽകുന്ന കൃപയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിന്, അതായത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സങ്കടങ്ങളുണ്ടാകാം, പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകും, പക്ഷേ സ്നേഹത്തോടെ ഒരുമയോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും.
ആ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 16:31 തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് എഴുതി വെച്ചോ. അപ്പസ്തോല പ്രവർത്തനം 16:31 തിരുവചനം. നമുക്കറിയാവുന്ന വചനം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ നിറവാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ നിറവാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചുണ്ടായിരിക്കണം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഓർക്കണം കേട്ടോ. എന്നാ ജോലി ഉണ്ടെങ്കിലും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും, ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി, അനുദിന കുടുംബ പ്രാർത്ഥന, ഇതൊന്നും ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും പോയേക്കില്ല. ഒരു പക്ഷേ വലിയ കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ അച്ഛൻ പറയണില്ല. പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളിതൊക്കെ ചെയ്യുന്നതാകാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൂടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരും, ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം ദൈവകൃപയിലേക്ക് നമ്മുടെ കുടുംബം ചേർന്ന് നിൽക്കുന്ന ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി, കുടുംബ പ്രാർത്ഥന, ഇതൊഴിവാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകരുത്. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ അകലുമ്പോൾ അവിടെയാണ് തിന്മയുടെ സ്വാധീനം കടന്നു വരും. പാപത്തിൻ്റെ രണ്ടാമത്തെ ഫലമാണ് ദാമ്പത്യ ബന്ധത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ തീർക്കും. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമയോടെ പോകുന്ന ഒരു കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനം കടന്നു വരുമ്പോൾ ഇതാ സംശയമാകും. ഭാര്യയെക്കുറിച്ച് സംശയമാകും, ഭർത്താവിനെ കുറിച്ച് സംശയമാകും, അസ്വസ്ഥതകളാകും, മക്കൾ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ 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 ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മുടെ കുടുംബം വീണു പോകാതിരിക്കുവാൻ, നമ്മുടെ കുടുംബം ദൈവകൃപയിൽ ആഴപ്പെട്ട് മുന്നേറുവാനായിട്ട് ഈശോയോട് ചേർന്ന് നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കണം. ഒരിക്കലും ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അനുഭവങ്ങളാട്ടോ ഞാൻ കൂടുതലും പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ പട്ടം കിട്ടി ആദ്യ നാളുകൾ മുതൽ ഇന്നോളമുള്ള ശുശ്രൂഷകളിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ. പോപ്പുലർ മിഷൻ ധ്യാനത്തിലെ ഒരു കൊച്ചനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഇത് കൂട്ടിയിട്ടുള്ളവർക്കറിയാം. രാവിലെയും വൈകുന്നേരവും ജാഥയായിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ച പോപ്പുലർ മിഷൻ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ കാണാൻ പറ്റിയൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഈ ജാഥയുടെ ഏറ്റവും പുറകിലായിട്ട് ഒരു പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും വരുന്നുണ്ട്. പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും വരുന്നു. ഈ അപ്പച്ചനുണ്ടല്ലോ, ഈ അമ്മച്ചിയുടെ കൈ പിടിച്ചാണ് വരുന്നത്. അപ്പച്ചൻ്റെ ഒരു കൈയിൽ ഒരു വടിയൊക്കെ ഉണ്ട്. അമ്മച്ചിയുടെ കൈ പിടിച്ച് ഈ അപ്പച്ചൻ വരുന്നു. എല്ലാ ദിവസവും ഈ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ സന്തോഷത്തോടെ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ അപ്പച്ചൻ അമ്മച്ചിയെ കൊണ്ടിരുത്തും, എന്നിട്ടാണ് അപ്പച്ചൻ്റെ കസേരയിലേക്ക് പോയിരിക്കുന്നത്. ഇങ്ങനെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാവിലെ കുടുംബ ശുശ്രൂഷ, ദാമ്പത്യ വ്രത നവീകരണ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഏറ്റവും പ്രായമായ ദമ്പതിമാരെ, ഏറ്റവും പ്രായം കുറഞ്ഞ ദമ്പതിമാരെ ഒക്കെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഏറ്റവും പ്രായമായ ദമ്പതിമാർ, വിവാഹം കഴിഞ്ഞ് ഏറ്റവും പ്രായമായ ദമ്പതിമാർ, അപ്പോൾ അവരെ അന്വേഷിച്ചപ്പോൾ ഈ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രായമായ ദമ്പതിമാരായിട്ടുള്ളത്. 62-63 വർഷം ഒന്നിച്ച് ദാമ്പത്യ ജീവിതത്തിൽ മുന്നേറിയ ഈ അപ്പച്ചനും അമ്മച്ചിയും. അപ്പോൾ അവരിങ്ങനെ കടന്നു വരുന്നു. ഈ അപ്പച്ചനും അമ്മച്ചിയും വന്നു, അവരെ ഇരുത്തി. മറ്റ് നവദമ്പതിമാർ അവരെ ഇരുത്തി. ഈ അപ്പച്ചനെ ഒന്ന് പരിചയപ്പെട്ടു, അമ്മച്ചിയെ ഒന്ന് പരിചയപ്പെട്ടു. അവരുടെ കുടുംബകാര്യങ്ങളെ ഒന്ന് ചോദിച്ചറിഞ്ഞു. മക്കളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു. 6-7 മക്കളുണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇളയാളുടെ കൂട്ടത്തിലാണ് അപ്പച്ചനും അമ്മച്ചിയും ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, ഇളയ മോൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത്, അവിടെ ഇളയ മകനുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് അമ്മച്ചീൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വരാൻ അപ്പച്ചന് ബുദ്ധിമുട്ടുണ്ടോ? നടക്കാനൊക്കെ പ്രയാസമല്ലേ? കൊച്ചുമക്കളെയൊക്കെ കൂട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, ഇവളെ ഞാനല്ലേ കൈപിടിച്ചു കൊണ്ടുവരേണ്ടത്? എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കൂടെ ആയിരുന്ന, ഒത്തിരിയധികം ദാരിദ്ര്യത്തിലൂടെ
കഷ്ടപ്പാടിലൂടെ സങ്കടത്തിലൂടെ കടന്നുപോയ നാളുകൾ. നാട്ടിൽ നിന്നും ഞങ്ങൾ ഈ മലബാർ ഭാഗത്തേക്ക് കുടിയേറി പാർത്തപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും എൻ്റെ കൂടെ നിന്നവള്. എന്നിട്ട് ഈ അപ്പച്ചൻ പറയുന്ന, അച്ഛാ, ആയുസ്സുള്ളിടത്തോളം കാലം, എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ അവളെ ചേർത്ത് പിടിക്കും. പ്രിയമുള്ളവരെ, കുടുംബജീവിതം ഇങ്ങനെയാ, ചേർന്നങ്ങോട്ട് പോകണം. പരസ്പരം ചേർന്ന് പോകുമ്പോൾ ഈ അപ്പച്ചനോടും അമ്മച്ചയോടും ചോദിച്ചു, ഇങ്ങനെ 10-62 വർഷം ഒന്നിച്ച് ജീവിക്കുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തിയത് എന്താ? ഈ പുതിയ തലമുറയ്ക്കൊരു കൊച്ചു ഉപദേശം കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞ കാര്യമുണ്ട്. അച്ഛാ, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, ദാരിദ്ര്യമുണ്ടായിരുന്നു, ഏറുമാടത്തിലൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, വിശുദ്ധ ബലിയർപ്പിക്കുവാനായി ഞങ്ങൾ പോകുമായിരുന്നു. പരസ്പരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ച് സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ജീവിച്ചു പോകും. ഇതാണ് ഈ അമ്മ പറഞ്ഞ കൊച്ചുപദേശം. പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള ദമ്പതിമാരെ, കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നത് ഈ സ്നേഹത്തിൽ, ഐക്യത്തിൽ പോകുമ്പോഴാണ്. പക്ഷേ തിന്മയുടെ സ്വാധീനം, ദൈവത്തിൽ നിന്ന് നാം അകന്നു നിൽക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടും. അവിടെയാണ് അസ്വസ്ഥതകൾ കടന്നു വരുന്നത്. ദൈവിക സാന്നിധ്യം, ബിഷപ്പ് ഫുൾട്ടൻ ജേഷൻ ഇങ്ങനെ പറയും, ഒരു കുടുംബത്തിൽ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒപ്പം ദൈവിക സാന്നിധ്യം, വിവാഹത്തിൻ്റെ അന്നു മുതൽ കുടുംബത്തിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് പ്രത്യാശയോടെ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം തകർച്ചയിലേക്ക് വീഴും. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ നിന്ന് മാറുമ്പോൾ തിന്മയുടെ സ്വാധീനം അവിടെ കടന്നു വരുവാൻ വഴി കാത്തു നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. തിന്മയുണ്ടല്ലോ, പാപം, പിശാച് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കും. ആദ്യം ദൈവത്തിൽ നിന്നകറ്റും, രണ്ടാമത് കുടുംബ ബന്ധങ്ങളെ തകർക്കും. അതിനാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ നന്മയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന ഒരു തിന്മകളിലേക്കും പോകരുത്. പരസ്പരം സ്നേഹിച്ചൊന്നിച്ച് പ്രാർത്ഥിച്ചങ്ങ് മുന്നോട്ട് പോയേക്കണം. പ്രത്യേകമായിട്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെയും വിശ്വസ്തതയും തകർത്ത് കളയുന്ന തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകരുത്. ബൈബിളിൽ നാം കാണുന്നു, ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് പറയുന്ന ദാവീദ്, ദൈവത്തിൻ്റെ ഒത്തിരി കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ സമുന്നതനായ നേതാവായി, രാജാവായി തീർന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ദാമ്പത്യ അവിശ്വസ്തത കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ദാമ്പത്യ അവിശ്വസ്തത അവനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു, തെറ്റായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്നു. അവൻ്റെ കുഞ്ഞ് മരണപ്പെടുന്നു. ഇതാ അവൻ്റെ രക്തത്തിൽ പിറന്ന, ദാവീദിൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾ തമ്മിൽ അവൻ ഏത് പാപം ചെയ്തോ അതേ പാപം ചെയ്യുന്നത് കാണുന്ന, അവൻ്റെ രക്തത്തിൽ പിറന്ന പെങ്ങന്മാര്, ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു പാപം ചെയ്യുന്ന വലിയ സങ്കടകരമായ കാഴ്ച കാണുന്ന പിതാവായിട്ട് ദാവീദ് മാറുന്നു. അവിടെയും തീർന്നില്ല, മറ്റൊരു പുത്രൻ ഇവനെ കൊല്ലുന്നു. കൊലപാതകത്തിലേക്ക്, ഇതാ പിതാവ് ചെയ്ത പാപം അതേപോലെ ആവർത്തിക്കപ്പെടുന്നു. ഊറിയായെ കൊല ചെയ്യുന്നു. ഇതാ തൻ്റെ മക്കൾ ആ പാപം ചെയ്യുന്നു, മകൻ കൊല ചെയ്യപ്പെടുന്നു. തലമുറകളിലേക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ നന്മയും വിശുദ്ധിയും വിശ്വസ്തതയും നഷ്ടപ്പെടുത്തുന്ന ഇതാ ദാമ്പത്യ അവിശ്വസ്തത. അതിനാൽ പ്രിയമുള്ളവരെ, പാപം ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും, പിശാച് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനായിട്ട്, പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലേക്കുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെയൊക്കെ കുടുംബ ബന്ധത്തിൻ്റെ ആർദ്രത നഷ്ടപ്പെടുമ്പോൾ ഓർക്കണം, ദൈവം ആശീർവദിച്ച കുടുംബങ്ങൾ ദൈവകൃപയിൽ മുന്നേറിയേക്കണം. ദൈവം ആശീർവദിച്ച കുടുംബങ്ങളുണ്ടല്ലോ, ദൈവത്തോട് ചേർന്ന് മുന്നേറിയേക്കണം. സ്നേഹമുള്ള ദമ്പതിമാരെ ഓർക്കണം, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടോ, എന്തെല്ലാം സങ്കടമുണ്ടോ, പരസ്പരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, നിങ്ങളത് പങ്കുവയ്ക്കേണ്ട ഇടമെന്ന് പറയുന്ന അൾത്താരയാണ്. ദൈവമാണ് നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിട്ടതെങ്കിൽ ആ ദൈവത്തിന് ഇടപെടുവാൻ അവസരം കൊടുത്താൽ, ജീവിതത്തിൽ അവസരം കൊടുത്താൽ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. കുടുംബജീവിതത്തിൻ്റെ ഈ വലിയ കൃപ നഷ്ടപ്പെടുത്തുന്ന തെറ്റായ ഒരു കാര്യവും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാനായിട്ട് പാടില്ല എന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാ. കുടുംബ ജീവിതത്തിൽ നമുക്ക് ഈശോ കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം.
ഓരോരുത്തരും മാതൃകയായി സ്വീകരിക്കേണ്ട, ഭാര്യയും ഭർത്താവും മാതൃകയായി സ്വീകരിക്കേണ്ടതാ പരാതികളില്ലാത്ത ജീവിതം. പരിഭവങ്ങളില്ല, പരാതികളില്ല. ഇത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഒന്നിച്ചു മുന്നേറുവാനായിട്ടുള്ള തുറവിയുള്ള മനസ്സ്, അത് കുടുംബജീവിതത്തിൻ്റെ വലിയ കൃപയാണ്. സാത്താൻ നമ്മിൽ നിന്നും തട്ടിയകറ്റാൻ ആഗ്രഹിക്കുന്നതാണ് തുറവിയുള്ള മനസ്സും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ദൈവിക ചൈതന്യവും. ഓർക്കണം, പരിശുദ്ധ അമ്മ സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഒരു ഇടം കിട്ടുന്നില്ല. ഭർത്താവ് യോസപിതാവ് പലയിടങ്ങളിലും അന്വേഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ചോദിക്കായിരുന്നു, എന്തേ മനുഷ്യ, നമ്മുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു സത്രം, ഒരു നല്ല സ്ഥലം പോലും കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിവില്ലേ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ സത്രങ്ങൾ മുഴുവൻ കയറിയിറങ്ങിയിട്ട് ഒരിടം പോലും കിട്ടാതെ സങ്കടപ്പെട്ടു വരുന്ന യോസപിതാവിൻ്റെ വേദനിക്കുന്ന മനസ്സ് കാണാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അവർക്ക് ലഭിച്ച ഇടത്തിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വലിയൊരു അനുഭവം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. കുടുംബജീവിതത്തിൽ തിന്മയുടെ സ്വാധീനം കടന്നു വരുന്ന പല മേഖലകളും ഉണ്ടാകും. അവയെ വിവേകത്തോടെ, സമചിത്തതയോടെ, പരിശുദ്ധ അമ്മയുടെ നന്മ നിറഞ്ഞ മനോഭാവത്തോടെ നമ്മൾ നേരിടുമ്പോൾ പരിശുദ്ധ അമ്മ കാണിച്ചു തരികയാണ്, നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. കാരണം ഈശോയുടെ സാന്നിധ്യം ആ ഒരു നന്മ നിറഞ്ഞ മനസ്സിലുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കാനായിലെ ഭവനത്തിൽ അമ്മയുണ്ടായിരുന്നു. എൻ്റെ ഭവനത്തിലും നമ്മുടെ ഭവനങ്ങളിലും പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ഈശോയെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നോളും, കുടുംബത്തെ അനുഗ്രഹിച്ചുകൊള്ളും. തീർച്ചയാണ് ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തന്നുകൊള്ളും. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം. ഇന്നത്തെ നിയോഗമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ സംതൃപ്തിയോടെ ജീവിക്കുവാൻ, നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം, അസ്വസ്ഥതകളുണ്ടാകാം, എങ്കിലും സംതൃപ്തിയോടെ സമാധാനത്തോടെ നമ്മുടെ കുടുംബ ബന്ധത്തിൽ മുന്നേറുവാൻ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വലിയൊരു നന്മയുടെ പ്രവൃത്തി, ഇന്ന് ആരോട് നമ്മൾ പരാതി പറയുന്നില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പരാതിപ്പെടുന്നില്ല, ആകുലപ്പെടുന്നില്ല. ഉള്ളതിനെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുവാനും ക്രമീകരിക്കുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കള്, യുവജനങ്ങളൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ദിവികാരുണ്യ ആരാധനയിലും ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയോ ഇവരെ സമർപ്പിച്ച് നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദമ്പതിമാര് പരസ്പരം പരാതി പറയാതെ, പരിഭവങ്ങൾ പറയാതെ സ്നേഹത്തോടെ മുന്നേറുവാൻ ഈശോ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സാധിക്കുന്നവർക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥൻ എഴുന്നള്ളുന്നു. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഈശോ
ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന, എല്ലാവരും ആരാധന, ആരാധന, ഈശോയെ ഒരിക്കൽ കൂടി ആരാധന, 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 ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി ദിവികാരുണീശോയുടെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്കായിരിക്കാം. സ്വർഗം വിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ അമ്മയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. അതിനായി ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ ഏറ്റവും ഭക്തിയോടെ സ്നേഹത്തോടെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കുപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യീശോയെ നോക്കി നമുക്ക് നെറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യീശോയെ, ദിവ്യകാരുണ്യീശോയെ, കരുണയുള്ള നല്ല ദൈവമേ, കരുണയുള്ള നല്ല ദൈവമേ, കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച നല്ല ദൈവമേ, കുടുംബ ബന്ധത്തിന്റെ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ഐക്യത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കാനായിലെ ഭവനത്തിൽ അവരെ അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. കുടുംബ ബന്ധത്തെ അനുഗ്രഹിക്കണമേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി മോചനം നൽകി ദൈവകൃപയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷയുടെ വിമല സങ്കേതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 4-ാം ദിനം. കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ഈശോയുടെ ചിത്രമാണ് നമ്മൾ ഇന്നത്തെ വചനത്തിലൂടെ ധ്യാനിച്ചത്. കനായിലെ ഭവനം, പത്രോസിൻ്റെ ഭവനം, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഭവനം, സക്കയൂസിൻ്റെ ഭവനം, ലാസറിൻ്റെ ഭവനം, ഈശോ കയറിയിറങ്ങിയ ഏതാനും ചില കുടുംബങ്ങൾ. ഓർക്കണം കേട്ടോ, തമ്പുരാൻ ചെന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോ അനുഗ്രഹിച്ചു. ആ
ഭവനങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് ആവശ്യമായ എല്ലാ ദൈവ കൃപകളും നൽകി ഇവന് തമ്പുരാനെ നമ്മുടെ ഭവനത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ, ചേർന്ന തുണയെ ഞാൻ നൽകും. അങ്ങനെ കുടുംബജീവിതത്തെ സ്ഥാപിച്ച ദൈവം ആ കുടുംബ ബന്ധത്തിൽ പാപത്തിൻ്റെ, തിന്മയുടെ ബന്ധനം കടന്നു വന്നപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, ഐക്യം നഷ്ടപ്പെട്ടു. നമ്മുടെയും ഭവനങ്ങളിൽ യേശു സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ യേശു സാന്നിധ്യം, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരും, കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ വരും. തിന്മയുടെ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കാനായിട്ട് തുടങ്ങും. സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, അസ്വസ്ഥമായി തീരും കുടുംബ ബന്ധങ്ങൾ. ഈശോയെ, അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ ഇതുപോലെ ഒരൽത്താരയുടെ മുൻപിൽ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷിയാക്കി ആരംഭിച്ച ആ കുടുംബജീവിതം ഓർത്തേ, ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ വിവാഹനാളൊന്ന് മനസ്സിലോർത്തേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭാര്യയും ഭർത്താവും കരം ചേർത്ത് പിടിച്ച് ഇങ്ങനെ പ്രതിജ്ഞയെടുത്ത് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. അങ്ങനെ ആരംഭിച്ച ആ ജീവിതത്തിൽ ഈശോ നൽകിയ സമ്മാനമാ തന്നെ നൽകി വിശുദ്ധ കുർബാന. ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രിയമുള്ള ഭർത്താവേ, പ്രിയമുള്ള ഭാര്യയെ, ദമ്പതിമാരെ ഓർത്തേക്കണം, ഈശോയുടെ പക്കലേക്ക് വന്നേക്കണം. അന്ന് നീ സ്വീകരിച്ച അതേ ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോ ഇതാ നിന്റെ മുൻപിൽ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ, ദാമ്പത്യ സ്നേഹത്തെ തകർത്ത് കളയുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ, മോചനം നൽകണമേ. പരസ്പരം മനസ്സിലാക്കുവാൻ, സ്നേഹിക്കുവാൻ, കുറവുകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ പഴിചാരാതെ, കുറ്റം പറയാതെ, സ്നേഹത്തോടെ തിരുത്തലുകൾ കൊടുക്കുവാൻ, ഐക്യത്തിൽ ഒന്നിച്ചു മുന്നേറുവാൻ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ കൈപിടിച്ച് നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, എന്താണ് പറയേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ലൂക്കാ 12:12 വചനത്തിൻ്റെ അഭിഷേകം, ഗലാത്യ 5:22-23 വചനങ്ങളുടെ അഭിഷേകം ഫലങ്ങളാൽ നിറയപ്പെടുമ്പോൾ സ്നേഹത്താൽ നിറയപ്പെടണം, ആത്മസംയമനത്താൽ നിറയപ്പെടണം, ക്ഷമയാൽ നിറയപ്പെടണം, സൗമ്യതയാൽ നിറയപ്പെടണം, എളിമയാൽ നിറയപ്പെടണം. ആത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ദിവ്യ ചൈതന്യത്താൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ കൊടയുണ്ടാകണമേ. വിമല സങ്കേതം 4-ാം ദിവസത്തെ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ആത്മാവായ ദൈവമേ, ഭവനാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുന്നവനെ, ഞങ്ങൾക്ക് ജീവനും പുതുജീവിതവും നൽകുവാൻ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹത്തോടെ ഇരുകരങ്ങളും ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച്, യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ച് ചേർന്ന് പാടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഭവനാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പാടുകേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആഗ്രഹത്തോടെ സ്ഥലമേർന്ന് പാടുകേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഒരിക്കൽ കൂടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ കുടുംബത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ദാമ്പത്യ ജീവിതത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് ജീവിത പങ്കാളിയെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അങ്ങ് ആശീർവദിച്ച് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സ്നേഹം വറ്റിവരണ്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീക്കനലിനാൽ അഗ്നിയാൽ സ്നേഹത്തെ ജ്വലിപ്പിക്കണമേ. ആത്മാവിനാൽ ഉറകൂട്ടണമേ. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കൂട്ടായ്മയിൽ ഐക്യത്തിൽ വളരുവാനുമുള്ള കൃപ നൽകി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ദിവികാരുണീശ്വരുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം സമർപ്പിക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാണെങ്കിലും ഈശോ ഇതാ നിന്റെ കുടുംബത്തെ, ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്ന ആത്മാവിന്റെ നിറവിനാല് ഉറകൂട്ടുന്ന അഭിഷേകത്തിന്റെ നിമിഷങ്ങളാ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. മക്കളൊക്കെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃപയുടെ അഭിഷേകത്തിന്റെ നിമിഷങ്ങൾ ഭക്തിയോടെ ഗാനത്തിന്റെ വരികളോട് ചേരാം. ആത്മാവിന്റെ നിറവിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി ഒഴുകിയിടമേ. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി ഒഴുകിയിടമേ. ആത്മാവിനാലെ ഉറകൂട്ടണേ. ആത്മാവിനാലെ ഉറകൂട്ടണേ. ആത്മാവിൻ ജ്വാലയായി തെളിയണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ ആവർത്തിച്ച് നമ്മുടെ ഭവനത്തെ സമർപ്പിച്ച് ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ ചേർന്ന് പാടട്ടെ. നിറയണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഐക്യം പരസ്പരം മനസ്സിലാക്കുവാൻ, ഒരുമയോടെ മുന്നേറുവാൻ ഐക്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഏതെങ്കിലും അശുദ്ധിയുടെ തിന്മകള്, ദാമ്പത്യ വിശുദ്ധിയില് ഏതെങ്കിലും തിന്മയുടെ ബന്ധനങ്ങളുണ്ടെങ്കിൽ, അവിശ്വസ്തതയുടെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടട്ടെ, പാടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവം നൽകുവാൻ ആവർത്തിച്ച് പാടുന്നു. അവിടുന്നു ഞങ്ങളിൽ ഇരുകരങ്ങളെ ശിരസിലേക്ക് വെച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവേ, ശുശ്രൂഷയുടെ നിമിഷങ്ങളില് അങ്ങയോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളിലേക്ക് ചൊരിയണമേ. സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ. കർത്താവെ, കൈവപ്പ് ശുശ്രൂഷയിലൂടെ നൽകിയ പൗരോഹിത്യത്തിന്റെ കൃപയില് നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ദൈവസ്നേഹത്തിന്റെ ചൈതന്യത്താല് വിശുദ്ധി, സ്നേഹം, ഐക്യം, വിശ്വസ്തത നൽകി അനുഗ്രഹിക്കണമേ. ദാമ്പത്യ വിശുദ്ധിയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവെ കൃപ നൽകണമേ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ എല്ലാ കുടുംബങ്ങളിലും. ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, പ്രാർത്ഥിച്ചേ. വിശുദ്ധി നൽകണമേ. കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ കുടുംബങ്ങളില്, കുടുംബ ബന്ധങ്ങളില്. സ്നേഹത്തിന്റെ ബന്ധത്തെ തകർക്കുന്ന തിന്മയുടെ എല്ലാ
മാലിന്യങ്ങള്, എല്ലാ പൈശാചിക തിന്മയിൽ നിന്ന് വിടുതൽ നൽകണമേ, മോചനം നൽകണം ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, സന്ധ്യയുടെ, സ്നേഹത്തിന്റെ ആത്മാവേ നൽകണമേ. കുടുംബങ്ങളെ വിശദീകരിക്കണമേ. നെറ്റിയിലൊന്ന് കുരിശു വരച്ചൊന്ന് ആശീർവദിക്കട്ടെ. കരങ്ങൾ കുപ്പി പിടിച്ച് ദിവികാരുണ്യ നോക്കട്ടെ. വിമല സങ്കേതം 4-ാം ദിനത്തിൻ്റെ നിയോഗങ്ങളെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാം. പ്രത്യേകമായി നമ്മുടെ പൊതുവായ നിയോഗം നമ്മുടെ കുടുംബജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കും. കുറ്റങ്ങളും കുറവുകളും പറയാതെ ദൈവം നൽകിയ ജീവിതം ഉണ്ടല്ലോ, സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിന് മാതൃകയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരാതി പറയാതിരിക്കാൻ അതിൻ്റെ പ്രവൃത്തി അതാ. ഒരു ആത്മീയ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇന്ന് പരാതി പറയുന്നില്ല. എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, അസ്വസ്ഥതകൾ വന്നാലും സാരമില്ലെന്ന് വെക്കുക, ഒന്ന് കണ്ണടയ്ക്കുക, സ്നേഹത്തോടെ അതിനെ ഒന്ന് ക്ഷമയോടെ ഒന്ന് ജീവിക്കുക. ഈശോയെ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ഇന്നിൻ്റെ നിയോഗം മനസ്സിലൊന്നോർത്തോ. ദൈവികാരുണ്യ ഈശോയുടെ സന്നിധിയിൽ അയച്ചു തന്നിട്ടുള്ള, സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന നിയോഗങ്ങൾ, ഏതാനും നിയോഗങ്ങൾ അച്ഛനൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഓർക്കരുത് ഞങ്ങളുടെ നിയോഗം വായിച്ചില്ലല്ലോ എന്ന്. എല്ലാവരുടെ നിയോഗമുണ്ട്. നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ എല്ലാവർക്കും വേണ്ടി ശാലോമിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ എല്ലാവരിലേക്കും ചെറിയ ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പ്രാർത്ഥിച്ചേക്കണം. നിങ്ങളുടെ നിയോഗം മനസ്സിലൊന്നോർത്തോ. ഈ ദിവസങ്ങളിൽ അയച്ചിട്ടില്ലെങ്കിൽ വേറെ ദിവസങ്ങൾ നിങ്ങൾ ഇവിടേക്ക് അയച്ചു തന്നാൽ മതി. തീർച്ചയായും ഞങ്ങളതെല്ലാം പ്രിൻ്റ് ചെയ്ത് ഇതാ ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഏതാനും നിയോഗങ്ങൾ ഇന്ന് നഷ്ടം പറയുന്നു. പ്രത്യേകിച്ച് ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരനെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വലിയ ബുദ്ധിമുട്ടിലൂടെ 4-ാമത്തെ സ്റ്റേജ്, വലിയ അസ്വസ്ഥതയിലൂടെ, ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, വിഷമസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളാൽ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. മറ്റൊരു നിയോഗം ഇതാണ്. വിവാഹ തടസ്സം നേരിടുന്ന ഒത്തിരി മക്കളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ വിവാഹ തടസ്സം നേരിടുന്ന ഒത്തിരി പേര്. നിങ്ങളുടെ കുടുംബങ്ങളിൽ വിവാഹ തടസ്സം, വിവാഹപ്രായമായി അനുയോജ്യരായ ജീവിത പങ്കാളി കിട്ടുന്നില്ല എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ നല്ല കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ പ്രിയ മക്കളെല്ലാം അനുവദിക്കണമേ. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് മറ്റൊരു നിയോഗം, ശാരീരിക വൈകല്യം നേരിടുന്ന ഒരു കുഞ്ഞ്, ഇരിക്കാനായിട്ട് പ്രയാസം, ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളുള്ള വൈകല്യം നേരിടുന്ന ഒരു കുഞ്ഞിനെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശിശുക്കളെ കരങ്ങളിലെടുത്ത് അനുഗ്രഹിച്ച് ഈശോയെ കുഞ്ഞിനെ ആശീർവദിക്കണേ, അനുഗ്രഹിക്കണേ. അപ്പോൾ മറ്റൊരു നിയോഗമാണ് പ്രാർത്ഥനയിൽ വലിയ അലസതയാണ്. പ്രാർത്ഥനയിൽ മാത്രമല്ല, ഒരു കാര്യം ചെയ്യാനായിട്ടും ഒരു താല്പര്യക്കുറവ്, ഒരു തീക്ഷ്ണതയില്ല, ഒരു ഉണർവില്ല, ഉന്മേഷമില്ല, അലസത മാറുവാൻ. വലിയ പൈശാചിക ബന്ധനോ, മടി, അലസതയൊക്കെ പിശാച് നമ്മിലേക്ക് നാം അറിയാതെ പകർത്തുന്ന, നാം അറിയാതെ നൽകുന്ന ചില പ്രലോഭനങ്ങളാണ്. വീണുപോയരുത്. ഈ അലസത മാറുവാൻ, മടി മാറുവാൻ, ഉണർവോടെ, ഉന്മേഷത്തോടെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ മറ്റ് നിയോഗങ്ങൾ മനസ്സിലോർക്കാം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അനേക മക്കൾക്ക് ലോകമെമ്പാടുമുള്ള അനേകരിലേക്ക് ശുശ്രൂഷ കടന്നു ചെല്ലുവാൻ വലിയ ദൈവാനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ വലിയ മാധ്യസ്ഥത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിലൂടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ സംലഭമാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ദൈവികാരുണ്യ ഈശോയുടെ കൃപ നിറയുന്ന ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച്
കണ്ണുകൾ അടച്ച് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് സമർപ്പിച്ച് ദിവികാരുണ്യ ഈശോയുടെ കരുണ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ നന്മ പ്രവൃത്തി. ഇന്ന് നമ്മൾ ആരോടും പരാതി പറയരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.